എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ ഗൗരിയുടെ ശങ്കറിന്റെ ഒക്കെ നാളത്തെ പ്രൊമോ വിശേഷത്തിലേക്ക് പോയാലോ. നാളത്തെ പ്രൊമോയിൽ കാണിച്ചിരിക്കുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗൗരീനെ ഇല്ലാതാക്കാനായിട്ട് ആ വലിയ പ്ലാനുകളൊക്കെ ശേഖറും മഹാദേവനും തങ്കച്ചിയും കൂടെ ചേർന്ന് മെനയുമാണ്. പക്ഷെ അതിനകത്ത് ബലിയാടാവുന്ന പാവം കമലയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണിച്ചിരിക്കുന്നത്. ഇന്ന് തന്നെ നമ്മൾ അവസാനം കണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗൗരീനെ ഇല്ലാതാക്കാനായിട്ട് ശേഖറും മഹാദേവൻ തങ്കച്ചിയും കൂടെ പ്ലാനുകളൊക്കെ മെനയുന്ന സമയത്താണ് അതിലൂടെ വന്ന കമല അപ്രതീക്ഷിതമായിട്ട് ഇത് കേൾക്കുന്നത്. കമലയ്ക്ക് മനസ്സിലായി ഗൗരീനെ ഇന്ന് തന്നെ ഇല്ലാതാക്കും. മഹാദേവൻ പറഞ്ഞു, നാളത്തേക്ക് വെച്ചോണ്ടിരിക്കില്ല, ഒരു ദിവസം മുമ്പെങ്കിൽ ഒരു ദിവസം മുമ്പേ അവളെ ഇല്ലാതാക്കണമെന്ന് പറയാം, അതിന് വേണ്ടുന്ന എന്താണെന്ന് ഞാൻ പറയാമെന്നും പറഞ്ഞുകൊണ്ട് ആ ഗൂഢതന്ത്രങ്ങൾ പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും കമലയ്ക്ക് പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. എത്രയും പെട്ടെന്ന് ഇത് ഗൗരീനെ അറിയിക്കണം. അതിനുവേണ്ടി റൂമിലേക്ക് ഇപ്പൊ ഗൗരി അവിടെ ഇല്ലായിരുന്നു. ഗൗരി അടുക്കളയിലായിരുന്നു. അങ്ങനെ പിന്നീട് ഗൗരിയുടെ അടുത്തേക്ക് ചെല്ലുവാണ്. അടുക്കളയിലേക്ക് എന്നീമ്പോ ഗൗരി ഫുഡൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുവായിരുന്നു. ഇത് കമല ചെന്നപടി പറഞ്ഞു, ഗൗരി നീ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെട്ടോളാൻ പറയാ. എന്താ കമലേട്ടത്തി പ്രശ്നം എന്നാന്ന് ചോദിക്കുകയാണ്. കൂടുതലൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. നീ ഇവിടുന്ന് രക്ഷപ്പെട്ടില്ല, നിന്റെ ജീവൻ അപകടത്തില്ല. നിന്നെ ഒരു തെളിവ് പോലും ബാക്കി വെക്കാതെ അവര് നിന്നെ ഇല്ലാതാക്കുന്നു പറയാ. കമലേട്ടത്തി എന്താ പറയുന്നത്? കമല എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. കമലേട്ടത്തി ആരെയോ ഭയക്കുന്നുണ്ട്. കാര്യം എന്താന്ന് പറയാണ്. ഈ സമയത്താണ് ഇതെല്ലാം കേട്ടോണ്ട് തങ്കച്ചി അങ്ങോട്ട് വരുന്നത്. തങ്കച്ചി കേട്ടു പറഞ്ഞു കൊടുക്കുന്നത്. പെട്ടെന്ന് തങ്കച്ചി അങ്ങോട്ട് കടന്നു വരുമ്പോഴത്തേനും കമല പിന്നെ പറച്ചിലും കൂടെ നിർത്തി. പിന്നെ കമലയ്ക്കൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ ഗൗരിക്ക് എന്താ സംഭവം എന്നൊന്നും മനസ്സിലായില്ല. എന്നാൽ കമലയ്ക്ക് ഗൗരീനെ ഇല്ലാതാക്കാൻ ഇതിനു മുമ്പ് ശ്രമിച്ച കാര്യങ്ങളൊന്നും പറയാനുള്ള ഒരു ഗ്യാപ്പും കിട്ടിയില്ല. തങ്കച്ചി എന്ത് ചെയ്യുവാണ്, നേരെ കമലേനെ വിളിച്ചിട്ട് പറഞ്ഞു, അതെ കമല നീ എൻ്റെ മുറിയിലേക്കൊന്ന് വരാൻ പറയാണ്. അങ്ങനെ കമലേനെ മുറിയിലേക്ക് വിളിക്കുക. അപ്പം ഗൗരി ഇവര് പ്രതീക്ഷയില്ല, തങ്കച്ചി ഇത് കേട്ടോന്ന് പ്രതീക്ഷയില്ല. കമല അങ്ങനെ മുറിയിലേക്ക് ചെല്ലുവാണ്. ഈ സമയത്ത് ശേഖരനെയും കൂടെ വിളിച്ചായിരുന്നു. അങ്ങനെ ശേഖരം വരുന്നുണ്ട്. ശേഖരനോട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും തങ്കച്ചി പറയുന്നുണ്ട്, നിന്റെ ഭാര്യ ഉണ്ടല്ലോ ഇപ്പം നമ്മളോടൊപ്പം അല്ല, അവളുടെ സൈഡാ. ഗൗരിയോട് ഇവൾക്ക് ഇച്ചിരി കൂറ് കൂടുതലുണ്ട് കേട്ടോ. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ലോ ആള്. ഇവളെ ആയിരുന്നു എത്രയും പെട്ടെന്ന് ഈ വീട്ടിൽ നിന്ന് അടിച്ചിറക്കണ്ടേ. പക്ഷെ നമ്മൾ ചെയ്യാത്തത് മോശമായിപ്പോയി. ഇവളുടെ വയറ്റിലൊരു കുഞ്ഞുണ്ടല്ലോ എന്നൊരു സഹാനുഭൂതിയായിരുന്നു ഉണ്ടായിരുന്നേ. പക്ഷെ ഇനി അതിന്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ലടാ ചേരാൻ. ഇവളാണ് നമുക്കിട്ട് പാര പണിതുകൊണ്ടിരിക്കുന്നത്. ആ ഗൗരീനെ ഇല്ലാതാക്കാൻ നോക്കുന്ന കാര്യങ്ങളെല്ലാം ഇവള് പോയി പറഞ്ഞു കൊടുത്തു എന്ന് പറയാ. ശേഖർ ഇത് കേട്ട് ഞെട്ടി. ശേഖർ സത്യം വേണ്ടി കേൾക്കണേന്ന് ചോദിക്കുകയാണ്. കമല ഒന്നും മിണ്ടിയില്ല. കമല പറഞ്ഞു, ശേഖരായിട്ട് അങ്ങനെയും ചെയ്യരുത്, തെറ്റല്ലേ ചെയ്യുന്നത്, ഗൗരി പാവമല്ലേ, അവൾ എന്ത് തെറ്റ് ചെയ്തിട്ട് അവളോട് നിങ്ങൾ ക്രൂരത ചെയ്യാനായിട്ട് തുടങ്ങുന്നത്. ഓഹോ അങ്ങനെയാണല്ലേ, നിനക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്, നീ കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് കമലയുടെ കയ്യെ പിടിച്ച് വലിച്ചൊഴിച്ചോണ്ട് പോവാട്. തങ്കച്ചിക്ക് അതങ്ങോട്ട് ഇഷ്ടപ്പെട്ടു. തങ്കച്ചി ഒരു പെണ്ണാണ്, അല്ലെ താനും സ്ത്രീയാണ്, ഒരമ്മയാണെന്ന് ചിന്തയൊക്കെ തങ്കച്ചി അങ്ങോട്ട് മറന്നു. കമലയുടെ വയറ്റിലൊരു കുഞ്ഞുണ്ടെന്നാണ് ചിന്ത പോലും മറന്നു. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന ഈ ശേഖരനോട് ഒരിക്കലും അത് പറഞ്ഞു കൊടുക്കില്ലായിരുന്നു. പാവം കമലനെ പിടിച്ചു വലിച്ചുകൊണ്ട് പോയപ്പോഴത്തേന് കമല പറയുന്നുണ്ട്, വിടി ശേഖരേട്ടാ, എന്നെ വിടാൻ പറയുന്നുണ്ട്. പക്ഷെ ഇതൊന്നും കേൾക്കാനായിട്ട് ശേഖർ കൂട്ടാക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ മുറിയിലേക്ക് കൊണ്ടുവന്നിട്ട് അവളെ അങ്ങോട്ട് വലിച്ചു വെച്ചാൽ കട്ടിലേക്ക് അങ്ങോട്ട് ഇടുവാണ്. നീ എല്ലാം പറഞ്ഞു കൊടുക്കൂല്ലേ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ. അല്ല തന്നെ നിന്നെ ഞാൻ നേരത്തെ ഓങ്ങി വെച്ചേക്കുന്ന. അന്ന് നിനക്ക് പനി പിടിച്ച് കിടന്ന സമയത്ത് നീ എന്തൊക്കെയാ ഗൗരിയോട് വിളിച്ചു പറഞ്ഞ്. പക്ഷെ ഭാഗ്യത്തിന് അവൾക്കോ ശങ്കറിനോ ഒന്നും മനസ്സിലായില്ല. എന്തെങ്കിലും മനസ്സിലായിരുന്നെങ്കിൽ പിന്നെ നിനക്ക് അറിയാലോ എന്താ സംഭവിക്കാൻ പോകുന്നത്. ഇതിനു മുമ്പ് തന്നെ നിന്നെ നോട്ടം വെച്ചേക്കുക. നിന്നെപ്പോൾ ഒരു ഭാര്യനെ എനിക്ക് ആവശ്യമില്ലടി. എന്തിനാ നിന്നെ ഒരു വാക്ക് എന്തിനേലും കൊള്ളുവോ? പിന്നെ നിന്റെ വയറ്റിലൊരു കുഞ്ഞുണ്ട് പോലും. ആ കുഞ്ഞുണ്ടെന്നുണ്ടോ ഒരു ഇതുകൊണ്ടായിരുന്നു അച്ഛൻ പറഞ്ഞുകൊണ്ട് മാത്രം ഇത്രയും നാളെ നിന്നെ ഭൂമിക്ക് മീതയും വെച്ച്. പക്ഷെ പണ്ടേ നിന്നെ കാലപുരിക്ക് അയക്കേണ്ടതായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് ശേഖർ എന്ത് ചെയ്യാണ്, അവിടെ കിടക്കുന്ന അലമാരി ഡ്രസ്സെല്ലാം അടിച്ച് വലിച്ചടിച്ച് ആ മുറിയിലുള്ള സർവ്വ സാധനങ്ങളും എടുത്ത് എറിയുവാണ് കമലയോടുള്ള ദേഷ്യത്തിന്. പിന്നീട് കമലേനെ പതുക്കെ ചതയ്ക്കുന്നുണ്ട്. വയറ്റിലൊരു കുഞ്ഞുണ്ടെന്നുള്ള ഒരു ഇതുപോലും കാണിക്കുന്നുണ്ടായിരുന്നില്ല. പിന്നീട് ഗൗരി എന്ത് ചെയ്യുവാണ്, ഗൗരിക്ക് എന്തോ ഒരു സംശയം തോന്നിയിട്ട് നേരെ കമലയുടെ മുറിയിലേക്ക് കയറി വരുമ്പോൾ കാണുന്ന കാഴ്ച അവിടെ എല്ലാം വലിച്ചഴിച്ചിട്ടേക്കുവാണ്. കമലയ്ക്ക് വയ്യാതെ കമല ഇരിക്കുവാണ്. ഇതിനിടയ്ക്ക് കമല ഒരു വെള്ളം കുടിക്കുന്ന കാണിക്കുന്നുണ്ട്. ഒരു പക്ഷെ ശേഖർ എന്തെങ്കിലും കലക്കി കൊടുത്താണെന്ന് അറിയത്തില്ല അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞു പോകാനായിട്ട്, അവളെ ഇല്ലാതാക്കാനായിട്ട്. പക്ഷെ ഇത് കുടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറച്ചേരം കഴിയുമ്പം ഗൗരി കയറി വന്നു കഴിയുമ്പോഴത്തേനും കാണുന്ന കാഴ്ച ശേഖർ അവിടെ കിടന്ന് സംഹാര താണ്ഡവമാണെന്നാണ്. പെട്ടെന്ന് ഗൗരി പ്രതികരിച്ചു. ഗൗരിക്ക് ഇത് കാണുമ്പോൾ സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കമല ഗർഭിണിയാണ്, കമലേനെ ഉപദ്രവിച്ചെന്നും കൂടെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഗൗരി വെറുതെ ഇരിക്കില്ല. പിന്നീട് ശേഖറിന്റെ നേരെ കിടന്ന് കയർക്കുവാണ് ഗൗരി. ശേഖറിന് ഒരു കുലുക്കം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഗൗരിയുടെ നേരെ ശേഖർ തിരിവാണ്. ഈ സമയത്ത് ഗൗരി നോക്കുമ്പോൾ കാണുന്ന കാഴ്ച കമലയടുത്ത് ഇങ്ങനെ വയ്യാതെ ഇങ്ങനെ വീഴാൻ പോവാണ്. ഓടിച്ചെന്ന് ഗൗരി കമലയെ പിടിക്കുന്നുണ്ട്. പക്ഷെ ആ സമയപ്പത്തേനും കമല ബോധം കിട്ടു പോയായിരുന്നു.
ഒരു പക്ഷേ കമലേനെ വയറ്റിൽ കിടന്ന കുഞ്ഞിനെ ഇല്ലാതാക്കാനായിട്ട് ശേഖർ എന്തേലും തന്ത്രങ്ങൾ മെനഞ്ഞു കാണുമായിരിക്കും അവിടെ. ആ കൊടുത്ത വെള്ളത്തിനകത്ത് എന്തേലും കലക്കിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഇത്രമാത്രം ഉപദ്രവിച്ചു കഴിഞ്ഞപ്പോഴത്തേനും കമലയ്ക്ക് അതിൻ്റെ അകത്ത് ഷോക്കിലുണ്ടായ ബുദ്ധിമുട്ടായിരിക്കും. വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ അങ്ങനെ ശേഖർ ഇല്ലാതാക്കാണ്ട് ശ്രമിക്കുകയാണ്. അപ്പം നാളെ രാവിലെ വിശേഷം വരുമ്പോൾ അറിയാം അതിനെ ഇല്ലാതാക്കിയോ ഇല്ലയോ എന്നൊക്കെ നമുക്കറിയാം. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഗൗരി വെറുതെ ഇരിക്കില്ല. ഒരിക്കലും ഗൗരിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യം അല്ലായിരിക്കും അത്. ഈ സമയത്ത് ശങ്കർ അവിടെ ഇല്ലായിരുന്നു. ശങ്കർ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ശങ്കർ അങ്ങോട്ട് വന്നേനം. പക്ഷെ ശങ്കർ ഇല്ലാത്ത സമയം നോക്കിയായിരുന്നു ഇവർ ഈ പ്ലാനുകളൊക്കെ തയ്യാറാക്കിയത്. പിന്നീട് നാളെ കാണിക്കുന്ന വേറൊരു വിശേഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരതിയല്ല സോറി, വേണിയും ആദർശം കൂടെ പുറത്തു പോകുന്നതാണ്. അവർക്ക് ഇവിടുത്തെ കാര്യങ്ങളൊന്നും അറിയത്തില്ല. അങ്ങനെ കുറെ കാലത്തിന് ശേഷം അവർ പുറത്തു പോയിട്ട് വേണി ആദർശം അങ്ങനെ എൻജോയ് ചെയ്യുവാണ്. വേണിയുടെ ആഗ്രഹങ്ങളൊക്കെ ആദർശം സാധിച്ചു കൊടുക്കുന്നുണ്ട്. അവൾക്ക് എന്താ വേണ്ടതെന്നും അതൊക്കെ സാധിച്ചു കൊടുത്ത് അവളുടെ സിനിമ കാണിക്കാൻ കൊണ്ടുപോകും. ഭയങ്കര ഇഷ്ടപ്പെട്ടു ആദർശിന് വേണി ആ സാരിയിൽ. തൻ്റെ ഭാര്യ സുന്ദരിയാണ്. അവളിപ്പോൾ ഇത്ര സുന്ദരിയോടെ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇത്ര സൗന്ദര്യം അവൾ കൊണ്ടെന്ന് തന്നെ തിരിച്ചറിയുന്നത് ആദർശം ആദ്യമായിട്ടാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ കൂടെ നാളെ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ എല്ലാ വിശേഷമൊക്കെ നമുക്ക് എല്ലാം കാത്തിരിക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.